ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി. ഫുൾ പ്രിപ്പറേഷൻ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസ് കുഴഞ്ഞു പോവാതെ ഒട്ടും തന്നെ അടി പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 3 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബാസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഒരു അരക്കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ടൊമാറ്റോ, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള, ഇത് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പൊട്ടാറ്റോ കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് അരയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലും രണ്ടും കൂടിയിട്ട് ഒരു പിടിയോളം ഉണ്ടാവും. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ. ഇത് ഇത്രയും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഗരം മസാലയും ബിരിയാണി മസാലയും ഇത് രണ്ടും ഓരോ ടീസ്പൂൺ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ്, അതായത് മുഴുവനായിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 2-3 പീസ് പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ജീരകം, പെരിഞ്ജീരകം, ഇത് രണ്ടും കൂടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കർ അടപ്പത്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലപ്പൊടികളെല്ലാം തന്നെ ചേർക്കാം. എന്നിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ആദ്യം ഞാൻ പൊട്ടാറ്റോയും ക്യാരറ്റും ടൊമാറ്റോയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പനീർ ചേർക്കാം, സോയ ചങ്ക്സ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റൈസാണ്. റൈസ് കഴുകിയിട്ട് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ റൈസും വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് പൊട്ടിപ്പോവാതെ താഴേന്ന് മേലേക്ക് ഇതുപോലെ ഇട്ടിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. റൈസ് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്, 3 ഗ്ലാസ്സാണ് നമ്മൾ റൈസ് എടുത്തെന്നുണ്ടെങ്കിൽ സെയിം അതേ ഗ്ലാസ്സിൽ തന്നെ ഡബിൾ റേഷ്യോയിലാണ് വെള്ളം എടുക്കുക. അതായത് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. ഇവിടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതായത് ഡബിൾ റേഷ്യോയിൽ നിന്ന് 1 ഗ്ലാസ് കുറയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം കുറച്ചതിന് ശേഷം ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കറക്റ്റ് 5 ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഇടില്ല. വെയിറ്റ് മാറ്റിയതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നും സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റീം നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രഷർ ഫുള്ളായിട്ട് ഇതിലേക്ക് നിറയുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇതിൽ പ്രഷർ നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് പ്രഷർ ഡൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിരുന്നു. ഇപ്പോൾ പ്രഷർ കംപ്ലീറ്റ് ഡൗൺ ആയിട്ടുണ്ട്. കണ്ടോ, റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മുടെ വെജിറ്റബിൾസും റൈസും കുഴഞ്ഞു പോയിട്ടില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറച്ച് റൈസ് മാറ്റി നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസും വെജിറ്റബിൾസും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റേഷ്യോയിൽ തന്നെ വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ പ്രഷറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കുക്കറിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാലഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കോമെൻറ്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.